നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഈ ഷവർലെറ്റിൻ്റെ തവേരയുടെ ബോഡി ഹൈറ്റ് സംബന്ധിച്ച വിഷയം പോസ്റ്റ് ഉണ്ടായി. അതായത് ആ പോസ്റ്റ് ചെയ്ത ടൈമിൽ ആദ്യത്തെ ഒരു ദിവസം പോസ്റ്റ് ചെയ്തു, കുറച്ച് പേർക്കൊരു സംശയം വന്നു, അത് പിറ്റേ ദിവസം ക്ലിയർ ചെയ്തു. പിറ്റേ ദിവസം ക്ലിയർ ചെയ്ത സമയത്ത് വീണ്ടും അടുത്ത സംശയം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഷവർലെറ്റിൻ്റെ തവേര വാഹനത്തിൻ്റെ ബോഡി ഹൈറ്റ് ടോർഷൻ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബോഡി ഹൈറ്റ് എത്ര മെഷർമെൻറ്റിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ടോർഷൻ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട്, നമ്മുടെ കൈപ്പത്തിയുടെ പൊക്കം എത്രയാണ് ആ കൈപ്പത്തിയുടെ ആ പൊക്കം വെച്ചിട്ടായിരിക്കും മെഷർമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പറ്റുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ കൈപ്പത്തിയുടെ അളവിനും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഓണറുടെ കൈപ്പത്തിയുടെ ആ ഒരു അളവിനായിരിക്കും ഈ മെഷർമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഹൈറ്റ് പൊക്കം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ടയറും വീലാർച്ചും തമ്മിലുള്ള പൊക്കം. അതുപോലെ തന്നെ ചിലപ്പോൾ മെക്കാനിക്കിൻ്റെ കൈപ്പത്തിയുടെ പൊക്കം വെച്ചായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൈപ്പത്തി എന്ന് പറയുന്നത് 3 ഇഞ്ച് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ചെറിയ കൈയാണ്. ചിലർക്ക് 4 ഇഞ്ച് വരും, ചിലർക്ക് 4.5 വരും. പല കണക്കിനും ഈ കൈപ്പത്തിക്ക് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്, പൊട്ടിയ സൈഡ്, ടോർഷൻ ബോൾട്ട് പൊട്ടിയ സൈഡ് തൊട്ടപ്പുറത്ത്, അതായത് ഇപ്പം വലതുവശത്തെ ടോർഷൻ ബോൾട്ടാണ് പൊട്ടുന്നതെങ്കിൽ ഇടതുവശത്തെ മെഷർമെൻറ്റ് എത്രയാണെന്ന് സ്കെയിൽ വെച്ച് നോക്കണം. സ്കെയിൽ വെച്ച് നോക്കിയ ശേഷം സ്കെയിൽ വെച്ച് അല്ലെങ്കിൽ ടേപ്പ് വെച്ച് മാത്രമേ അളന്നിട്ട് ഇത് സെറ്റ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടയ്ക്ക് ഇതുപോലെ ഒരു പാർട്ടി ചോദിച്ചൊരു ചോദ്യമാണ്, എൻ്റെ വാഹനത്തിൻ്റെ പുറകിലത്തെ ബോഡി ഹൈറ്റ് തീരെ കുറവാണ്, അപ്പോൾ ഞാൻ എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ബോഡി ഹൈറ്റിന് വ്യത്യാസം വരുന്നത് അത് കാലക്രമേണ നമ്മൾ ഓടുന്ന രീതിക്കനുസരിച്ചും അതുപോലെ തന്നെ പിന്നെ ഓവർലോഡ് കയറുന്നതിനനുസരിച്ചുമാണ് ഈ ബോഡിയുടെ ഹൈറ്റ്, പുറകിലത്തെ ലീഫിൻ്റെ ടെൻഷൻ കുറയുന്നത്. അതിപ്പോൾ ആരും തെറ്റല്ല, പക്ഷേ എന്നാൽ പോലും നമ്മളൊരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലോർ തവേര വരുന്നുണ്ട്. അതായത് എലൈറ്റ് വരുന്നുണ്ട്, SS വരുന്നുണ്ട്, LT വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പം ഇതിൽ ലോ ഫ്ലോർ വെഹിക്കിളിൻ്റെ ആ ഒരു പൊക്കമെന്ന് പറയുന്നത് നമ്മളൊരു 3 വിരൽ പൊക്കം, മാക്സിമം ഒരു 3 വിരൽ പൊക്കം മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 3 വിരൽ ഫ്രണ്ടിൽ അതിൻ്റെ അതേ സെയിം മെഷർമെൻറ്റ് തന്നെയായിരിക്കും പുറകിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഏത് സൈഡിലാണോ പൊട്ടുന്നത് അതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റിൻ്റെ ആ മെഷർമെൻറ്റ് എടുത്ത ശേഷം അതുപോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ലോ ഫ്ലോർ വെഹിക്കിളിൻ്റെ ആ ഒരു വാഹനത്തിൽ ലോ ഫ്ലോർ തവേര ഉണ്ട്. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ലോ ഫ്ലോർ വെഹിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫ്രണ്ടും ബാക്കും ഒരേ പൊക്കമായിരിക്കും. ഓക്കെ, ഫ്രണ്ടും ബാക്കും ഒരേ പൊക്കമായിരിക്കും. അപ്പോൾ ഫ്രണ്ട് ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ പുറകിൽ കാണത്തുള്ളൂ, ഒരു അല്പം പൊങ്ങി നിൽക്കും. ഫ്രണ്ടെല്ലാം സെയിം. നമ്മൾ ലോഡ് കയറുന്ന സമയത്ത് ഏകദേശം ഒരേ ലെവലായിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ടോർഷൻ ബോൾട്ട് പൊട്ടി എന്ന് കരുതിയിട്ട് ഇപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ഇട്ടിട്ടോ കാര്യമില്ല. നിങ്ങൾ ഏത് മെക്കാനിക്കിനെയാണ് വാഹനം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് അലൈൻമെൻറ്റ് ഷോപ്പിലാണ് വാഹനം കാണിക്കുന്നത്, അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് നോക്കിത്തരും. പക്ഷേ അറിയാത്തവർ ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ടോർഷൻ ബോൾട്ട് വീണ്ടും പൊട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടോർഷൻ ബോൾട്ട് എന്ന് പറയുന്നത് അത്രയും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അറിവില്ലാതെ ചിലപ്പോൾ നമ്മൾ ഈ ഗണ്ണിനൊക്കെ അടിക്കുന്നവരുണ്ട്. ഗണ്ണിനൊക്കെ അടിക്കുന്ന സമയത്ത് ടോർഷൻ ബോൾട്ട് പൊട്ടി മാറാനും പിന്നെ മറ്റു പല അപകടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ടോർഷൻ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞാൽ, തവേരയുടെ ടോർഷൻ ബോൾട്ട് പൊട്ടുന്നത് വലിയ ഡേഞ്ചറാണ്. റോഡ് വരെ കുഴിഞ്ഞു പോയ ചരിത്രമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പോയാൽ കൂടിയും ടോർഷൻ ബോൾട്ട് പൊട്ടാം. ഇപ്പം അത് എടുത്തു പറയാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, പുതിയതായിട്ട് വാഹനം ഓടുന്ന അല്ലെങ്കിൽ വാഹനം എടുക്കുന്ന അല്ലെങ്കിൽ വാഹനം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ആരുടെയെങ്കിലും വാഹനം ഓടുന്നവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധയില്ലാതെ വലിയ കട്ടറിലോ ബ്രേക്കറിലോ കുഴിയിലോ ഒക്കെ കൊണ്ട് ഇടിച്ചിറക്കുന്ന സമയത്ത് ഒന്നുകിൽ അത് ക്രാക്കായിട്ടിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തേർഡ് റോ ക്രോസ് മെമ്പറിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജും ഉണ്ടായിരിക്കും. തേർഡ് റോ ക്രോസ് മെമ്പറിനെ പറ്റിയൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. തേർഡ് റോ ക്രോസ് മെമ്പർ വരുന്നത് ഈ പില്ലറിൻ്റെ നേരെ താഴെയായിട്ടാണ് വരുന്നത്. പില്ലറിൻ്റെ നേരെ താഴെയായിട്ട് ടോർഷൻ ബോൾട്ട് പിടിക്കുന്ന ഭാഗത്തായിട്ടാണ് തേർഡ് റോ ക്രോസ് മെമ്പർ വരുന്നത്. ഈ തേർഡ് റോ ക്രോസ് മെമ്പറിൻ്റെ ആ ഒരു ഭാഗത്ത് ഈ ടോർഷൻ ബോൾട്ടിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ ഉരച്ചിലോ, അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഉരഞ്ഞിട്ട് ക്രാക്ക് വീഴാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്തും പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത, ടോർഷൻ ബോൾട്ട് പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടോർഷൻ ബോൾട്ട് പൊട്ടിയാൽ നമുക്ക് അത് റിപ്പയർ ചെയ്തിടാം, ബോൾട്ട് മാറിയാൽ മതി. പക്ഷേ ടോർഷൻ ബാർ ഒടിയരുത്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് മുൻപ് സെറ്റ് ചെയ്തിരുന്നത് അതേ അളവ് തന്നെയാണ്
പൊട്ടുന്ന സ്ഥലത്തും സെറ്റ് ചെയ്യേണ്ടത്. ടോർഷൻ ബോൾട്ട് പൊട്ടുന്ന സ്ഥലത്തും സെറ്റ് ചെയ്യേണ്ടത്. പിന്നിലത്തെ കാര്യം, പിന്നിൽ നിങ്ങളുടെ വാഹനത്തിന് എത്രയാണ് ഇത്രയും നാൾ ഓടിക്കൊണ്ടിരുന്നത് ആ രീതി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും പ്ലേറ്റ് ടെമ്പർ ചെയ്യരുത്, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അടിച്ച് വളയ്ക്കരുത്. ഇത് എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാഹന ഉടമകളും ഇപ്പോഴും നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത്, എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വണ്ടി ചാട്ടം കൂടുതലാണ്, യാത്രാ സുഖമില്ല, പിന്നെ കട്ടറിൽ വിടുന്ന സമയത്ത് പടക്കെന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം ഇതാണ്, പ്ലേറ്റ് ബെൻഡ് ചെയ്ത പ്രശ്നമാണ്. ഓക്കെ, അപ്പം അതിൽ നമ്മുടെ വാഹനം മൾട്ടിപർപ്പസ് യൂസിന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എന്നാൽ പോലും അതിൽ ഈ അറിവില്ലായ്മ കൊണ്ട് പലരും പ്ലേറ്റ് ബെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്, ഇതുപോലെ ഇതിനെക്കാട്ടിയും ഉയരത്തിലൊക്കെ അടിച്ച് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ടയർ കിടക്കത്തില്ല, അത് പിന്നിലും കിടക്കത്തില്ല, മുന്നിലും കിടക്കത്തില്ല. ടോർഷൻ ബോൾട്ടിൻ്റെ ഹൈറ്റ് കൂട്ടിയാലും മുന്നിലും കിടക്കത്തില്ല. ടോർഷൻ ബോൾട്ടിൻ്റെ ഹൈറ്റ് ഒരു പരിധിയിൽ കൂടുതൽ ഉയർത്തുന്ന സമയത്ത് ഇതിന് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഔട്ടർ സൈഡ്, ടയറിൻ്റെ ഔട്ടർ സൈഡ് നല്ല രീതിയിൽ ലെഫ്റ്റ് റൈറ്റും നല്ല രീതിയിൽ തേയ്മാനം വരും. ഓക്കെ, അതുപോലെ തന്നെ പ്ലേറ്റ് ബെൻഡ് ചെയ്യുന്ന സമയത്തും ഇതേ അവസ്ഥ തന്നെയാണ്. ടയർ ചുമ്മാ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അറിവില്ലായ്മ കൊണ്ട് പലരും പല കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു കാര്യം ചെയ്തു, ഞാനത് വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു, അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ അതുപോലെ ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനത് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഈ ചെയ്യുന്നവരുടെ കയ്യിൽ ചിലപ്പോൾ ഇതേപോലെ പൈസ ഉണ്ടായിരിക്കണമെന്നില്ല. അവർ ഉള്ള ടൈം അത്രയും വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ വർക്ക്ഷോപ്പുകാരാണെങ്കിൽ വർക്ക് വരുന്നതിനനുസരിച്ച് അവർ ചിലപ്പം ഇത് നീട്ടിക്കൊണ്ട് പോകും, ചിലപ്പം ചെയ്ത് വിട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത പണി വരും. അപ്പം നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്നാൽ പോലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ, പ്ലേറ്റ് ബെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അലൈൻമെൻറ്റ് പലരും പറയുന്നൊരു പ്രശ്നമാണ്, തവേരയ്ക്ക് ടയർ കിടക്കുന്നില്ല എന്ന്. ടയർ കിടക്കാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ടോർഷൻ ബോൾട്ടിൻ്റെ ഹൈറ്റ് വേരിയേഷൻ വരുത്തുമ്പോഴാണ് ടയറിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ പ്ലേറ്റ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും ഈ ഒരു പ്രശ്നം വരും. ടോർഷൻ ബോൾട്ടിൻ്റെ അലൈൻമെൻറ്റ്, അതായത് ഇത് പോസിറ്റീവ് ചേമ്പർ കൂടുതലാണ്. അപ്പം പോസിറ്റീവ് ചേമ്പർ കൂടുതലാകുമ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ടയർ ഈ ആപ്പേ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, അതുപോലെ ഒരു അല്പം ഉള്ളിലോട്ട് വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ലോഡ് കയറുമ്പോഴാണ് വണ്ടി കറക്റ്റ് സീറ്റിംഗ് ആവുന്നത്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. പലരും ആ ഒരു പോർഷൻ ഷിമ്മൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നെഗറ്റീവ് ചേമ്പർ ഒരല്പം കയറും. നെഗറ്റീവ് ചേമ്പർ കയറുന്ന സമയത്തുള്ള പ്രശ്നമെന്ന് പറയുന്നത്, ഈ വാഹനം ഓടുന്ന സമയത്ത് നമ്മൾ വളവൊക്കെ വളവ് തിരിക്കുന്ന സമയത്ത് ഈ കൂടുതലായിട്ട് തേയ്മാനം കൂടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്രയാണോ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടോർഷൻ ബോൾട്ടിൻ്റെ മെഷർമെൻറ്റ്, അല്ലെങ്കിൽ പഴയ ടൈമിൽ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു മെഷർമെൻറ്റ്, അത് കൈ വെച്ച് നോക്കരുത്. ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ കൈ വെച്ച് നോക്കരുത്. സ്കെയിൽ വെച്ച് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലീഫ് ബെൻഡ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ലീഫ് ബെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് ഹൈറ്റ് വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലേറ്റും കൂടെ അഡീഷണൽ ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ പ്ലേറ്റ് അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ല വേറെ അടിച്ച് വളയ്ക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനോ ബെൻഡ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അടിച്ച് വളച്ച് കഴിഞ്ഞാൽ അവിടെ ഹാർഡാവുകയാണ് ചെയ്യണം. അപ്പോൾ ഷോക്ക് അബ്സർവർ വർക്കാവില്ല. ഷോക്ക് അബ്സർവർ വർക്കാവുന്നതിനെക്കാട്ടിയും പ്രശ്നമാണ് LSPVയുടെ കാര്യം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വളവ് തിരിച്ചിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് LSPV വർക്കാവാത്തൊരവസ്ഥ വരും. വാഹനം ആക്ഷൻ ചെയ്യുന്നതിനനുസരിച്ചാണ് LSPV വർക്ക് ചെയ്യുന്നത്. LSPV ഇനിയും കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. LSPVയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഷോക്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഹൗസിങ്ങിൻ്റെ മുകളിൽ നോക്കി അറിയാൻ പറ്റും. ഹൗസിങ്ങിൻ്റെ മുകളിൽ ആ റബ്ബർ ബൂട്ട്, ആ പൈപ്പ് പോയിരിക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ് LSPV ഇരിക്കുന്നത്. അപ്പം ഈ LSPV പ്ലേറ്റ് അടിച്ച് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ LSPV വർക്കാവാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പാളുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എൻ്റെ അടുത്തൊരു വാഹന ഉടമ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ട് ചെന്നപ്പം ടവേര ആയതുകൊണ്ട് ചെയ്യാതെ വണ്ടി വിട്ടു. അത് ഇവിടെ ചെയ്യൂല, ഇതിൻ്റെ സാധനം കിട്ടാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞു വിട്ടു. ടവേരയ്ക്ക് അങ്ങനെ പാർട്സുകളൊന്നും ഷോർട്ടേജ് ഇല്ല. ചെറിയ അപൂർവം ചില പാർട്സുകൾ മാത്രമാണ് ഷോർട്ടേജ് ഉള്ളത്. ഓക്കെ, അപ്പം അത് ചെയ്യാതെ വിട്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ വാഹനം നിങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സർവീസിന് കയറ്റുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.